മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാഗവതത്തിലെ മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ച് ധന്യമായൊരു വിവരണമുണ്ട്. സൃഷ്ട്വാ പുരാണി വിവിധാന്യജയാത്മശക്തിയാ വൃക്ഷാൻ സരീൻ സിരാൻ ഗഗദംശദംഷ്ട്രമത്സ്യാൻ തിഷ്ടൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. ഇതൊരു സാധാരണ വിവരണമാണ്. പക്ഷെ അതിനകത്ത് അസാധാരണത്വമുണ്ട്. സെമറ്റിക് മതങ്ങളും ഹിന്ദു ധർമ്മവും തമ്മിലുള്ള വ്യത്യാസം, സെമറ്റിക് മതങ്ങളില് ദൈവം ഓരോന്നിനെയും സൃഷ്ടിച്ചു. ഹിന്ദു ധർമ്മത്തില് ദൈവം ഓരോന്നായിട്ട് പരിണമിക്കലാണ്. ഒന്ന് ക്രിയേറ്റർ, ക്രിയേഷൻ, ക്രിയേച്ചർ. ഇവിടെ മാനിഫെസ്റ്റേഷനാണ്. ഈശ്വരൻ തന്നെ ജീവജാലങ്ങളായിട്ട് പരിണമിക്കുക. അതുകൊണ്ട് ഈശ്വരന്റെ അംശം എല്ലാത്തിലും ഉണ്ട്. ആ അർത്ഥത്തിലാണ് സൃഷ്ട്വാ പുരാണി വിവിധാന്യജയാത്മശക്തിയ. അവനവൻ തന്നെ, ആ പരമാത്മാവിന്റെ തന്നെ മാനിഫെസ്റ്റേഷനായിട്ട് പണ്ട് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് വർഷങ്ങൾക്ക് മുമ്പ് പുരാണി വിവിധാനി വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ, വൈവിധ്യമാർന്ന ജീവജാലങ്ങളായിട്ട് ഈശ്വരന്റെ അംശം ആത്മശക്തി പരിണമിച്ചു. അതിൽ വൃക്ഷാൻ സരീൻ സിരാൻ ഗഗദംശദംഷ്ട്രമത്സ്യാൻ. ആ പരിണാമത്തിൽ വൃക്ഷങ്ങളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, നീന്തുന്ന ജന്തുക്കളുണ്ട്, കൊത്തുന്ന തേള് പോലെയുള്ളതുണ്ട്. വൃക്ഷാൻ സരീൻ സിരാൻ ഗഗ പക്ഷികളുണ്ട്, ദംശ കൊത്തുന്നത്, ദംഷ്ട്രങ്ങളുള്ളതുണ്ട്, മത്സ്യങ്ങളുണ്ട്. ഗഗദംശദംഷ്ട്രമത്സ്യാൻ. ഇതുങ്ങളെല്ലാത്തിനെയും തൻ്റെ ആത്മശക്തിയുടെ മാനിഫെസ്റ്റേഷനായിട്ട് നിലനിർത്തിയിട്ട് അല്ലെങ്കിൽ ആയി പരിണമിച്ചിട്ട് ഈ പ്രപഞ്ച ചൈതന്യത്തിന് സന്തോഷം തോന്നിയില്ല. തിഷ്ടൈരതുഷ്ടഹൃദയ. അതുഷ്ട എന്ന് വെച്ചാൽ തുഷ്ടിയില്ലാത്ത, സന്തോഷമില്ലാത്ത മനസ്സോടുകൂടി ആ പ്രപഞ്ച ചൈതന്യം നിന്നു. കുറേ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. ഇത്രയെല്ലാം ഞാൻ സൃഷ്ടിച്ചല്ലോ എന്ന് പ്രപഞ്ചത്തിന് തോന്നിക്കാണുമെന്ന രീതിയിലുള്ള വരി. എന്നിട്ട് ബ്രഹ്മാവലോകധിഷണം, ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാ തേജസ്സിനെ കുറിച്ച് അറിയാൻ കപ്പാസിറ്റിയുള്ള പുരുഷം വിധായ, മനുഷ്യനായിട്ട് ഈശ്വരന്റെ ഒരംശം പരിണമിച്ചു കഴിഞ്ഞപ്പോൾ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്നർത്ഥം. എവല്യൂഷനിലൂടെ, പരിണാമത്തിലൂടെ മനുഷ്യൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നർത്ഥം. തിഷ്ടൈരതുഷ്ടഹൃദയ. എന്നിട്ട് പുരുഷം വിധായ, ബ്രഹ്മാവലോകധിഷണം പുരുഷം വിധായ, പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് അറിയാൻ കഴിവുള്ള മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം, മനുഷ്യൻ ഈശ്വരാംശത്തിൽ പരിണമിച്ചതിന് ശേഷം, മുദമാപദേവ, ആ പ്രപഞ്ച ചൈതന്യത്തിന് സന്തോഷമായി എന്ന്. മനുഷ്യജന്മം അത്രയും ധന്യമാണ്. ഈ മനുഷ്യജന്മത്തിൽ എല്ലാവരും ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ച് പ്രയോഗിക്കലാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ച് പ്രയോഗിക്കലാണ് എല്ലാ മനുഷ്യരും ചെയ്യുന്നത്. ഒരു ബോട്ടണി പ്രൊഫസർ, ബോട്ടണി വിദ്യാർത്ഥി ചെയ്യുന്നത് പ്രപഞ്ചത്തിന്റെ ഭാഗമായ, പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള സസ്യലതാദികളെ കുറിച്ച് പഠിക്കുകയാണ്. ഒരു സുവോളജി പ്രൊഫസർ വിദ്യാർത്ഥി ചെയ്യുന്നത് പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ജീവജാലങ്ങളെ പഠിക്കുകയാണ്. പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയുടെ കോമ്പോണന്റിനെ കുറിച്ചും തിരിച്ചറിയാൻ കഴിവുള്ള മനുഷ്യനെ സൃഷ്ടിച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം
ബയോകെമിസ്ട്രി പ്രൊഫസർ അപ്ലൈഡ് സുവോളജിയും ബോട്ടണിയും അനുസരിച്ച് ഓരോ ജീവജാലത്തിൻ്റെയും അകത്ത് നടക്കുന്ന ബയോകെമിക്കൽ പ്രോസസ്സിനെ എങ്ങനെയാണ് പ്രകൃതി നിയന്ത്രിക്കുന്നത് എന്നാണ് ബയോകെമിസ്ട്രി പ്രൊഫസർ പഠിക്കുന്നത്. ഒരു ഫിസിക്സ് വിദ്യാർത്ഥിയും പ്രൊഫസർ പഠിക്കുന്നത് അല്ലെങ്കിൽ ഗവേഷകർ പഠിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ വീക്ക് ഫോഴ്സ്, സ്ട്രോങ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അങ്ങനെയുള്ള ഫോഴ്സുകളെ കുറിച്ചും ഹൈഡ്രോളിക്സിനെ കുറിച്ചിട്ടും ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചും എല്ലാം അതിപ്രകൃതിയിലുള്ളതിനെ കണ്ട് പഠിച്ച് കണ്ട് പിടിച്ച് കണ്ട് പ്രചരിപ്പിച്ച് കണ്ട് പഠിക്കലാണ്. ഇപ്പൊ ഫിസിക്സും പ്രകൃതിയെക്കുറിച്ചാണ്, ആസ്ട്രോണമിയും പ്രകൃതിയെക്കുറിച്ച് തന്നെയാണ്, സോഷ്യോളജിയും മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. മനുഷ്യൻ പ്രകൃതിയുടെ തന്നെ ഭാഗമാണ്. ആ മനുഷ്യന്റെ സോഷ്യൽ ആസ്പെക്റ്റുകളെ കുറിച്ച് പ്രകൃതി അതിൽ മറ്റ് ജന്തുക്കളുടെ സോഷ്യൽ ആസ്പെക്റ്റിൽ നിന്ന് മനുഷ്യന്റെ സോഷ്യൽ ആസ്പെക്റ്റ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രകൃതിയുടെ തന്നെ പാർട്ടാണത്. ബോട്ടണിയും അതാണ്, സുവോളജിയും അതാണ്, ബയോടെക്നോളജിയും അതാണ്, ബയോകെമിസ്ട്രിയും അതാണ്, ഹിസ്റ്ററിയും അതാണ്. മാനവരാശിയുടെ എവല്യൂഷൻ അതെങ്ങനെ നടക്കുന്നു, അത് പ്രകൃതി നിശ്ചയിച്ചതുപോലെ നടക്കുന്നതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഹിസ്റ്ററിയിലൂടെ പഠിക്കാം. കെമിസ്ട്രി അതാണ്. 107 108 എലിമെന്റ്സ് ഉണ്ട്, അത് പ്രകൃതി ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ശരിക്ക് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലൂടെ കോമ്പോണന്റുകൾ ഉണ്ടാവുന്നു. അതിൻ്റെ ഗുണദോഷങ്ങൾ അതൊക്കെ പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. ശരിക്ക് സൃഷ്ട്വാ പുരാനി വിവിധാന്യജയാത്മശക്തിയ വൃക്ഷാൻ സരീൻ സിരാൻ ഗഗദംശദംഷ്ട്രമത്സ്യാൻ തിഷ്ടൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകതിഷണം മുതമാപദീവ. ഈവണിനി മനുഷ്യനെ കുറിച്ച് തന്നെ മനുഷ്യൻ പഠിച്ചാൽ ആന്ത്രപ്പോളജിയാണ്. പ്രകൃതി സൃഷ്ടിച്ച മനുഷ്യന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് മനുഷ്യൻ തന്നെ പഠിക്കുന്നു. സൈക്കോളജി എടുത്തു വിചാരിക്കാം, മനുഷ്യന്റെ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ്. മനുഷ്യൻ പ്രകൃതിയുടെ ഉൽപ്പന്നമാണ്. അപ്പൊ ശരിക്ക് ഈശ്വരന്റെ മാനിഫെസ്റ്റേഷനുകളായിട്ടുള്ള 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും 19,000 തരത്തിലുള്ള വൃക്ഷങ്ങളും പിന്നെ സൂക്ഷ്മജീവികളും അതിന് പുറകിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എനർജി, അതിൽ നിലനിൽക്കുന്നതായിട്ടുള്ള പ്ലാനറ്റ്, ഇതിനെല്ലാത്തിനെയും കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാം ഇൻ ഷോർട്ട് നമ്മൾ ഈ പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും തന്നെയാണ് പഠിക്കുന്നത്. ഈവൻ കോമേഴ്സ് എന്ന സബ്ജക്റ്റ് പോലും മറ്റൊരു മൃഗങ്ങളും കമേഴ്ഷ്യൽ കാര്യങ്ങൾ വലുതായിട്ട് ചെയ്യാറില്ല. മനുഷ്യന്റെ പ്രത്യേകത അനുസരിച്ച് അവൻ എങ്ങനെയാണ് നിയമങ്ങൾ ഉണ്ടാക്കി ആ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ ചെയ്യുന്നത്. എക്കണോമിക്സും അത് തന്നെയാണ്. ധനം അത് മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കുറേ നാണയങ്ങളും നോട്ടുകളും കറൻസികളും എല്ലാം ഉണ്ടാക്കി എങ്ങനെ മനുഷ്യൻ അതിൽ വ്യവഹാരം ചെയ്യുന്നു, പ്രകൃതിയുടെ തന്നെ കോൺട്രിബ്യൂഷനാണ്. ഏത് സബ്ജക്റ്റ് എടുത്താലും ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ മനുഷ്യൻ മറ്റ് ജന്തുക്കളിൽ നിന്ന് പരിണാമ സിദ്ധാന്തത്തിലൂടെ വേർതിരിഞ്ഞു വന്നപ്പോൾ അവൻ ഈ പ്രകൃതിയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള പഠനമാണ് എല്ലാം തന്നെ. ബോട്ടണി പഠിക്കുന്ന വ്യക്തിയും ഇന്നലെ വരെ മറ്റ് ബോട്ടാണിസ്റ്റ് എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് പുതിയതായിട്ട് തനിക്ക് എന്തെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുമോ അത് ഭാവിയിലേക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. സുവോളജിയും ബയോകെമിസ്ട്രിയും ബയോടെക്നോളജിയും സിറാമിക്സും ഗ്ലാസും എക്കണോമിക്സും ഹിസ്റ്ററിയും അതുപോലെ ആന്ത്രപ്പോളജിയും ഫിസിക്സും എനർജിയും ഹൈഡ്രോളിക്സും ഏത് സബ്ജക്റ്റ് എടുത്താലും ശരി അതെല്ലാം പ്രകൃതിയുമായിട്ടുള്ള ഡയറക്റ്റ് പഠനമാണ്, ഇൻഡയറക്റ്റ് പഠനം പോലും അല്ല. ഫുഡ് സയൻസ് മനുഷ്യന് ഇരയും ഇണയും കൽപ്പിച്ചിട്ടുണ്ട്. ഗൈനക്കോളജി ജീവജാലങ്ങളെ പ്രതി, അനിമൽ സയൻസ്, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, പ്രകൃതിയുടെ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള പഠനവും ബാക്കിയുള്ളതും. ഈ ഭാഗവതത്തിലെ ഉജ്ജ്വലമായിട്ടുള്ള വരി ഒന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. സൃഷ്ടുവാ പുരാനി വിവിധാന്യജയാത്മശക്തിയ വൃക്ഷാൻ സരീൻ സിരാൻ ഗഗദംശദംഷ്ട്രമത്സ്യാൻ തിഷ്ടൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകദിഷണം മുദമാപദീവ. അനവധി ജീവജാലങ്ങളെ സൃഷ്ടിച്ച്
ഈ പ്രപഞ്ച ചൈതന്യം സംതൃപ്തമല്ലാത്ത രീതിയിൽ നിലനിന്നു. പിന്നെ പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ബ്രഹ്മചൈതന്യത്തെക്കുറിച്ചും തിരിച്ചറിയാവുന്ന മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ആ പ്രപഞ്ച ചൈതന്യം സന്തോഷിച്ചു, സന്തോഷത്തോടുകൂടി നിലനിന്നു. പ്രണാമ, നമസ്കാരം.